നമസ്കാരം. തലതിരിഞ്ഞ രാഷ്ട്രീയ ചിന്തകളാണ് ഇന്ന് നാം പങ്കുവെക്കുന്നത്. ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ എനിക്കെന്നും സ്നേഹവും ബഹുമാനവും തോന്നിയിട്ടുള്ളത് വി.എസ്. അച്യുതാനന്ദനോടാണ്. അദ്ദേഹത്തിൻ്റെ ജനപക്ഷ രാഷ്ട്രീയം എനിക്കിഷ്ടമായിരുന്നു. എങ്കിലും ചില സമയങ്ങളിൽ വി.എസിൻ്റെ ശത്രുവായിരുന്ന പിണറായിയോട് എനിക്ക് ബഹുമാനം തോന്നിയിട്ടുണ്ട്. അതെന്താണെന്ന് വിശദമായി പറയാം. രാഷ്ട്രതന്ത്രജ്ഞതയിൽ അല്ല, രാഷ്ട്രീയ തന്ത്രജ്ഞതയിലാണ് പിണറായി ചില സമയങ്ങളിൽ മിടുക്ക് കാട്ടുന്നത്. മുണ്ടുടുത്ത മോഡി എന്ന് അദ്ദേഹത്തെ കളിയാക്കി വിളിക്കാറുണ്ട്. എന്നാൽ അതൊരു സത്യമാണ്. ചില സമയങ്ങളിൽ അദ്ദേഹം മോഡിയേക്കാൾ വലിയ മോഡിയായി കളം നിറയും. മോദി കാട്ടിയ ഏറ്റവും വലിയ മിടുക്കന്ത് എതിരാളിയും പ്രധാന പ്രതിപക്ഷവുമായ കോൺഗ്രസിനെ ഇല്ലാതാക്കാൻ അദ്ദേഹം പരമാവധി ശ്രമിച്ചു. എന്നാൽ ആ കാര്യത്തിൽ അദ്ദേഹത്തിന് പരിപൂർണ വിജയത്തിലെത്തിയിട്ടില്ല ഇതുവരെ. എന്നാൽ തൻ്റെ ഒരു വലിയ എതിരാളിയുടെ ആപ്പീസ് കൂട്ടിയ ഒരാളാണ് സാക്ഷാൽ നരേന്ദ്രമോദി. എതിരാളി പാകിസ്ഥാൻ തന്നെ. മോദി അധികാരത്തിലെത്തിയതിന് ശേഷം തുറന്ന ഒരു യുദ്ധവും ഉണ്ടായിട്ടില്ല. പക്ഷേ പാകിസ്ഥാനെ അവരുടെ നാട്ടിൽ നാലായിട്ടാണ് അദ്ദേഹം ഒടിച്ചു മടക്കി വച്ചിരിക്കുന്നത്. മാനുഷിക പരിഗണന വേണ്ട ഒരു കാര്യത്തിൽ പോലും പാകിസ്ഥാനോട് യാതൊരുവിധ ഒത്തുതീർപ്പിനും മോദി തയ്യാറല്ല. ഇപ്പോഴാണെങ്കിൽ ഒഴുകുന്ന ഒരു നദി തന്നെ തടഞ്ഞു നിർത്തി അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നു. തുള്ളി വെള്ളം കൊടുക്കില്ല എന്ന് തീരുമാനിക്കുകയും ചെയ്തു. യുദ്ധം ചെയ്യാൻ തീവ്രവാദികളെ അതിർത്തി കടത്തിവിടുന്ന പാകിസ്ഥാനോട് മര്യാദയൊന്നും വേണ്ട എന്നാണ് മോദി തീരുമാനിച്ചിരിക്കുന്നത്. ആ പണി അതിനേക്കാൾ മനോഹരമായി ചെയ്ത ആളാണ് പിണറായി വിജയൻ. പിണറായി തീർത്ത 3 പ്രതിപക്ഷ നേതാക്കളെങ്കിലും ഉണ്ട് കേരളത്തിൽ. മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴും പ്രതിപക്ഷ നേതാവായിരുന്നു വി.എസ്. അച്യുതാനന്ദൻ. കേരള ചരിത്രത്തിലെ ഏറ്റവും മികച്ച പ്രതിപക്ഷ നേതാവ്. 2000 മുതൽ 2016 വരെ പ്രതിപക്ഷ നേതാവ് പദവിയുടെ സുവർണകാലമായിരുന്നു. ആരാണ് ആ പ്രതിപക്ഷ നേതാവിനെ ഇല്ലാതാക്കിയത്? ഒരു സംശയം വേണ്ട, പിണറായി വിജയൻ. വി.എസിൻ്റെ പ്രതിച്ഛായയും ജനപ്രിയതയും ജനങ്ങളുടെ മനസ്സിലെ പോരാളിയും ഒരു ദിവസം കൊണ്ടല്ല, ഒരു നിമിഷം കൊണ്ടാണ് ഇല്ലാതായി പോയത്. ഭരണം കിട്ടിക്കഴിഞ്ഞപ്പോൾ പിണറായി ഒരു കാര്യം ചെയ്തു. തെരഞ്ഞെടുപ്പിലെ മഹാവിജയത്തിൻ്റെ പ്രധാന കർമ്മിയായ വി.എസിനെ മുഖ്യമന്ത്രിയാക്കിയില്ല. പക്ഷേ ഒരു ആശ്വാസ സമ്മാനമായി നാരങ്ങാമുട്ടായി കൊടുത്തു. ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ സ്ഥാനം, സ്റ്റേറ്റ് കാറും ക്യാബിനറ്റ് പദവിയും കൂടെ കൊടുത്തു. ജനമനസ്സുകളിലെ വി.എസ്. എന്ന മഹാബിംബം ഉടഞ്ഞു വീഴുന്ന ഒരു നിമിഷമായിരുന്നു അത്. മകൻ്റെയും ഭാര്യയുടെയും ആഗ്രഹപ്രകാരമായിരിക്കാം അദ്ദേഹം ആ സ്ഥാനം സ്വീകരിച്ചത്. എന്നാൽ അധികാരമോഹി എന്നൊരു നാമവിശേഷണം കൂടി വി.എസിനന്ന് കിട്ടി. വി.എസിൻ്റെ പ്രതിച്ഛായ ഒരു ആറ്റം ബോംബിട്ട് തകർന്ന പോലെ ആവുകയും ചെയ്തു. പിണറായിയുടെ കൈകൊണ്ടില്ലാതായ ആദ്യത്തേതും ഏറ്റവും വലുതുമായ പ്രതിപക്ഷ നേതാവ്. 2016 മുതൽ 5 വർഷം പ്രതിപക്ഷ നേതാവായിരുന്നത് രമേശ് ചെന്നിത്തലയാണ്. പിണറായി വിജയൻ്റെ രാഷ്ട്രീയ സന്നിഗ്ധ ഘട്ടങ്ങളിലൊക്കെ തിരശ്ശീലയ്ക്ക് പിന്നിൽ നിന്ന് സഹായിച്ച ഒരാളാണ് രമേശ് ചെന്നിത്തല. 5 വർഷം പിണറായിയെ ഭരിക്കാൻ വിട്ടാൽ അടുത്ത 5 വർഷം തനിക്ക് കിട്ടും എന്ന് തെറ്റിദ്ധരിച്ച ഒരു മനുഷ്യനായിരുന്നു രമേശ് ചെന്നിത്തല. മുഖ്യമന്ത്രിയാകുക എന്നത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്നുവരെ തുറന്നു പറഞ്ഞ ഏക നേതാവായിരുന്നു അദ്ദേഹം. എന്താണ് രമേശ് ചെന്നിത്തലയ്ക്ക് പറ്റിയ പിശക്? പിണറായിയുടെ രാഷ്ട്രീയ ബുദ്ധിയെ ചെറുതാക്കി കണ്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഭീകരമായ സമരങ്ങളൊന്നുമില്ലാത്ത ഒരു കാലമായിരുന്നു 2016 മുതൽ 2021 വരെയുള്ള കാലം. ഭരണകക്ഷിയെ വെറുതെ വിട്ട പ്രതിപക്ഷമുള്ള ഒരു കാലം. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഒന്നിച്ചാണ് ഭരിച്ചത്, ഒന്നിച്ചാണ് വിദേശ ടൂറുകൾ നടത്തിയത്. രമേശ് ചെന്നിത്തലയുടെ സ്വഭാവ വൈരുദ്ധ്യം കാണിക്കുന്ന ഒരു സംഭവമുണ്ട്. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഒന്നിച്ച് ഗൾഫ് നാടുകളിലേക്കൊരു യാത്ര പോകുന്നു. തിരിച്ചു വരുമ്പോഴാണ് അദ്ദേഹം മനസ്സിലാക്കുന്നത് ടി.പി. ചന്ദ്രശേഖരൻ്റെ അമ്മ പത്മിനി ടീച്ചർ അന്തരിച്ച കാര്യം. അപ്പോഴാണ് താൻ പ്രതിപക്ഷ നേതാവ് ആണ് എന്ന് അദ്ദേഹം ഓർത്തത്. നേരെ ഓഞ്ചത്തേക്ക് വെച്ചുപിടിച്ചു. പത്രത്തിൽ വാർത്തയും ഗംഭീരമായി വരാനും അദ്ദേഹം ശ്രദ്ധിച്ചു. കള്ളിനും ചെത്തും ചക്കരയ്ക്കും ചെത്തും എന്ന് പറഞ്ഞ അവസ്ഥ. ഭരണകക്ഷിയോടുള്ള ഈ മൃദു സമീപനം ഒരുപക്ഷെ ജനങ്ങൾക്ക് രസിച്ചിട്ടുണ്ടാവില്ല. വി.എസ്. അച്യുതാനന്ദൻ ഒരു സ്റ്റാൻഡേർഡ് ലൈൻ വരച്ചു വച്ചിരുന്നു പ്രതിപക്ഷ നേതാവിൻ്റെ റോളിനെപ്പറ്റി. ഭരണവർഗത്തിൻ്റെ പിഴവുകൾ അപ്പോൾ തന്നെ ചൂണ്ടിക്കാണിച്ച് എതിർത്ത് സമരം ചെയ്യാൻ വി.എസിന് കഴിഞ്ഞിരുന്നു. ഈ സങ്കല്പം മനസ്സിലുള്ളവരാണ് കേരളത്തിലുള്ളത്. ഡെവിൾസ് അഡ്വക്കേറ്റ് എന്നൊരു സങ്കല്പമുണ്ട്. ഭരണപക്ഷത്തിൻ്റെ കുറവുകളെല്ലാം എഴുതി സൂക്ഷിച്ചു വെച്ച് തെരഞ്ഞെടുപ്പിന് തലേ ദിവസം പിണറായിക്കെതിരെ പത്രസമ്മേളനം നടത്തിയ രമേശ് സാർ. ഒത്തുതീർപ്പിൻ്റെ രാജകുമാരൻ ജനങ്ങളുടെ മനസ്സിലെ യഥാർത്ഥ പ്രതിപക്ഷ നേതാവ് ആവുകയില്ല എന്ന ജനം തീരുമാനിച്ചു. അങ്ങനെ ഒരാൾ മുഖ്യമന്ത്രി ആകേണ്ടെന്നും അവർ തീരുമാനിച്ചു. പിന്നെ ഭേദം പിണറായി തന്നെ. 2021 ജനം പിണറായിക്ക് മനസ്സറിഞ്ഞു കുത്തി. തനിക്ക് പറ്റിയ അബദ്ധം
ചെന്നിത്തലയ്ക്ക് മനസ്സിലായത് വോട്ടെണ്ണി കഴിഞ്ഞപ്പോഴാണ്. തനിക്ക് പറ്റിയ ആനമണ്ടത്തരം ഓർത്ത് മുഖ്യമന്ത്രി കസേര സ്വപ്നം കണ്ട് രമേശ് ചെന്നിത്തല പ്രതിപക്ഷ ബെഞ്ചിൽ ഇരുന്ന് മയങ്ങുന്നു. ഈ പ്രതിപക്ഷ നേതാവിൽ നിന്നും തനിക്ക് യാതൊരുവിധമായ ഭീഷണിയും ഉണ്ടാവില്ല എന്ന് പിണറായി ലളിതമായി കാണിച്ചു തന്നു. രണ്ടാമത്തെ പ്രതിപക്ഷ നേതാവിൻ്റെ മരണം. ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവും ഒത്തുതീർപ്പുകാരനാണ്, രഹസ്യ ഇടപാടുകാരനാണ്. ഭരണത്തോട് ഞാൻ പ്രതികരിക്കും എന്ന മട്ടിൽ നിയമസഭയിൽ വാചകമടിക്കും. വി ഡി സതീശൻ നിയമസഭയിൽ എന്ത് പ്രസംഗിക്കണമെന്ന് പിണറായിയോട് ചോദിച്ചാണ് ചെയ്യുന്നതെന്നാണ് അദ്ദേഹത്തിൻ്റെ ശത്രുക്കൾ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രിയോടുള്ള സമീപനം നമുക്ക് കാട്ടിത്തരുന്ന ഒരു ഫോട്ടോഗ്രാഫുണ്ട്. കഴിഞ്ഞ വർഷം ഇഫ്താർ വിരുന്നിൽ മുഖ്യമന്ത്രിയെ കാണാനെത്തുന്ന പ്രതിപക്ഷ നേതാവ് ചിരിച്ചു കളിച്ച് മുഖ്യമന്ത്രിയുടെ മുമ്പിൽ എത്തിയ വി ഡി സതീശൻ്റെ രൂപം കാണുമ്പോൾ ജനം സംശയിക്കും, ഇവർ രണ്ടുപേരും ഒരു പാർട്ടിക്കാരാണോ എന്ന്. ആ ചിത്രത്തിൽ പിണറായി തൻ്റെ ഗാംഭീര്യത്തിന് യാതൊരു കുറവും വരുത്തിയിട്ടില്ല. പക്ഷേ വി ഡി സതീശൻ്റെ ശൃംഗാരം ജനത്തിന് രുചിച്ചിട്ടില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള അഗാധമായ സ്നേഹമാണ് ആ ചിത്രം നമുക്ക് കാട്ടിത്തരുന്നത്. പിന്നെ പല രഹസ്യ ഒത്തുതീർപ്പുകളും തമ്മിലുണ്ടാകുന്നു എന്ന് നമ്മെ കാണിച്ചു തരുന്ന പല സംഭവങ്ങളും ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. നിയമസഭയിലെ പല പ്രസംഗങ്ങളും അഭിനയമാണെന്ന് തോന്നുന്ന രീതിയിലാണ് സതീശൻ്റെ പ്രകടനം. വി ഡി സതീശനെ ഒരു വിഡ്ഢി സതീശനാക്കാൻ എനിക്ക് കഴിയും എന്ന കോൺഫിഡൻസ് പിണറായിക്കുണ്ട്. യഥാർത്ഥ പ്രതിപക്ഷ നേതാവ് എന്ന സങ്കല്പത്തിൽ നിന്നും 1000 മൈൽ അകലെയാണ് വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ്. കേരളത്തിലെ ജനങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ട് എന്ന വിചാരം ഒന്നും സതീശന് ഇല്ല. അവർ കഴുതകളാണെന്ന് അദ്ദേഹം ചിന്തിക്കുന്നു. സ്വന്തം അവസ്ഥയെപ്പറ്റി ബോധ്യം വരാൻ അടുത്ത തിരഞ്ഞെടുപ്പ് ഫലം വരെ കാത്തിരിക്കേണ്ടി വരും. മരണം സംഭവിക്കുന്ന 3ാം പ്രതിപക്ഷ നേതാവ്. ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ മുഖവൈകൃതം അദ്ദേഹത്തെ മനസ്സിലാക്കി കൊടുക്കുന്നത് തിരഞ്ഞെടുപ്പ് ഫലങ്ങളാണ്. 4ാമത് ഒരാൾ കൂടിയുണ്ട് ഈ പട്ടികയിൽ. അദ്ദേഹം നിയമസഭയിലെ പ്രതിപക്ഷ ബെഞ്ചിൽ ഇല്ലാത്തതിനാൽ ചർച്ചയ്ക്ക് കാരണമാകുന്നില്ല. അതീവ ദുർബലനായ ഒരു പ്രതിപക്ഷ നേതാവാണ് കെ സുരേന്ദ്രൻ. അതിൻ്റെ കാരണവും നിങ്ങൾ തന്നെ ആലോചിച്ചുകൊള്ളൂ. ഒരു മികച്ച മുഖ്യമന്ത്രിയാകാൻ ആദ്യം വേണ്ടത് മികച്ച പ്രതിപക്ഷ നേതാവാവുക എന്നത് തന്നെയാണ്. വാൽകഷ്ണം. പിണറായിക്ക് നശിപ്പിക്കാൻ കഴിയാത്ത 2 പാർട്ടിയും പ്രതിപക്ഷ നേതാക്കൾ ഉണ്ട് കേരളത്തിൽ. കെ സുധാകരനും ശോഭാ സുരേന്ദ്രനുമാണ് അവർ. പ്രതിപക്ഷ നേതാവാണെന്ന് അവർ പലപ്പോഴും ഓർക്കാറില്ല. ചില സമയങ്ങളിൽ മാത്രം അവർ ആ റോൾ ചെയ്യുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി ഷെയർ ചെയ്യുക.